എല്ലാവർക്കും നമസ്കാരം. ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ നെഗറ്റീവ് എനർജീസിൽ നിന്ന് എങ്ങനെയാണ് രക്ഷ നേടുന്നത്, പിന്നെ ടിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർ ചെയ്യേണ്ട സ്പിരിച്വൽ പ്രാക്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ നെഗറ്റീവ് എനർജീസിൽ നിന്ന് എങ്ങനെ രക്ഷ നേടണമെന്ന് ചോദിച്ചാൽ, നമ്മളുടെ പ്രാണൻ്റെ പോസിറ്റീവ് ഊർജ്ജത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് നെഗറ്റീവ് എനർജീസിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. എങ്ങനെയാണ് പ്രാണൻ്റെ പോസിറ്റീവ് ഊർജ്ജം വർദ്ധിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ ഒരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പ്രാണൻ്റെ പോസിറ്റീവ് ഊർജ്ജത്തെ, അതായത് നമ്മുടെ ആത്മാവിൻ്റെ തന്നെ പോസിറ്റീവ് ഊർജ്ജത്തെ നമ്മൾ എത്രത്തോളം വർദ്ധിപ്പിക്കുന്നു അത്രത്തോളം നമുക്ക് നെഗറ്റീവ് എനർജീസിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് വർദ്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് മെഡിറ്റേഷൻ വഴി മാത്രമേ സാധിക്കൂ. കാരണം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മൈൻഡ് ഇല്ലാത്ത അവസ്ഥയാണ്. ഈ മൈൻഡ് ഇല്ലാത്ത അവസ്ഥയിൽ, മൈൻഡിലെ ചിന്തകൾ കംപ്ലീറ്റ് ക്ലോസ് ആകുന്ന അവസ്ഥയിൽ മാത്രമേ നമ്മുടെ ആത്മാവിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടുകയും നമ്മുടെ ആത്മാവിനെ നമുക്ക് അറിയാനും സാധിക്കും. നമ്മുടെ ആത്മാവിനെ നമ്മൾ എത്രത്തോളം അറിയുന്നോ അത്രത്തോളം അതിൻ്റെ പോസിറ്റീവ് ഊർജം വർദ്ധിച്ച് 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 വരുന്നു. അത്രത്തോളം നമുക്ക് നമ്മുടെ ചുറ്റും വരുന്ന നെഗറ്റീവ് എനർജീസിനെ ഡീൽ ചെയ്യാനും സാധിക്കുന്നു. ഈ നെഗറ്റീവ് പ്രഭാവത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ പുറത്ത് വരണം എന്നുള്ളത് ഓൾറെഡി എനിക്ക് തന്നെ, അതായത് എനിക്കെന്ന് പറഞ്ഞാൽ, ഞാനെന്ന് പറഞ്ഞാൽ ആത്മാവ്, ഞാൻ ശരീരവുമല്ല മനസ്സുമല്ല, ഞാൻ ആത്മാവാണ്. അപ്പോൾ ഈ ആത്മാവിന് തന്നെ വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എങ്ങനെ, ഏത് സ്ഥിതിയിൽ അതിൻ്റെ പ്രാണൻ്റെ പോസിറ്റീവ് ഊർജ്ജത്തെ, നമ്മുടെ പ്രാണൻ്റെ പോസിറ്റീവ് ഊർജ്ജത്തെ എത്രത്തോളം വർദ്ധിപ്പിക്കുന്നു അത്രത്തോളം നമുക്ക് ഈ നെഗറ്റീവ് പ്രഭാവത്തിൽ നിന്ന്, നെഗറ്റീവ് എനർജീസിൻ്റെ പ്രഭാവലയത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ആരുടെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരു ഹീലറിൻ്റെ അടുത്തേക്കും ഒരു മന്ത്രവാദിയുടെ അടുത്തേക്കും ഒരു ക്ഷേത്രത്തിലും ഒരു പള്ളിയിലും പോയി പൂജകൾ നടത്തുകയോ പ്രാർത്ഥിക്കേണ്ടതായ യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ അത് സാധിക്കുന്നത് നമ്മുടെ പ്രാണൻ്റെ, നമ്മുടെ ആത്മാവിൻ്റെ പോസിറ്റീവ് ഊർജ്ജത്തെ, ഈശ്വര ചൈതന്യമായ നമ്മുടെ ആത്മാവിൻ്റെ പോസിറ്റീവ് ഊർജ്ജത്തെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത് കേവലം മെഡിറ്റേഷൻ വഴി മാത്രമാണ്. ഈശ്വര ശക്തിയാണ്, അതായത് ഈ പ്രപഞ്ചത്തിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ആ സാക്ഷാൽ ഈശ്വര ശക്തി, ഈശ്വര ചൈതന്യം, പ്രപഞ്ചനാഥൻ്റെ ആ യൂണിവേഴ്സൽ പവറിൻ്റെ ആ ഒരു ചൈതന്യം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഉള്ള യഥാർത്ഥ നമ്മൾ, അതായത് ആത്മാവായ നമ്മൾ. ആ സത്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. എന്തുകൊണ്ടാണ് തിരിച്ചറിയാൻ സാധിക്കാത്തത്? ഇവിടെ മൈൻഡ് ഏർപ്പാടാകുന്നത് കൊണ്ട് തന്നെയാണ് അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തത്. ഈശ്വര ചൈതന്യമായ യഥാർത്ഥ നമ്മൾ ഈ ശരീരം ക്രിയേറ്റ് ചെയ്ത് ഈ ശരീരത്തിൽ ഇരുന്ന് എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി, പദ്ധതിയോടുകൂടി ഈ ഭൂമിയിലേക്ക് വന്ന യഥാർത്ഥ നമ്മളെക്കുറിച്ച് നമുക്കറിയില്ല. യഥാർത്ഥ നമ്മളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കഥകളും നമ്മൾ മറന്നുപോയി. എങ്ങനെ മറന്നുപോയി? മൈൻഡ് ഏർപ്പാടാകുന്നത് കൊണ്ട് തന്നെ മറന്നുപോയി. അതുകൊണ്ട് നമുക്കറിയത്തില്ല. നമ്മൾ നമ്മുടെ മൈൻഡിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്. ഇവിടെ മൈൻഡാണ് നമ്മളുടെ മാസ്റ്റർ. യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവാണ് നമ്മുടെ മൈൻഡിൻ്റെ മാസ്റ്റർ ആവേണ്ടത്. പക്ഷേ ഇവിടെ മൈൻഡാണ് നമ്മുടെ ആത്മാവിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് വലയങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നത്. നമ്മുടെ ആത്മാവിനെ അറിഞ്ഞ് അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ഈ ശരീരത്തിൽ ജീവിക്കുന്നതെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. എന്ത് പ്രശ്നം തന്നെയായാലും, എന്ത് നെഗറ്റീവ് കാര്യമായാലും, എത്ര വലിയ നെഗറ്റീവ് നിറഞ്ഞ കാര്യങ്ങളായാലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കും. എപ്പോൾ? നമ്മുടെ ആത്മാവിനെ അറിഞ്ഞാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ. അപ്പോൾ ഒരു വ്യക്തി അവരുടെ ആത്മാവിനെ അറിഞ്ഞ് എന്ന് മുതലാണോ ഈ ശരീരത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നത്, ആ നിമിഷം മുതൽ അയാൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അയാൾക്ക് പിന്നെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. നമ്മൾ മൈൻഡിനല്ല ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ യഥാർത്ഥ നമ്മൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ എത്രത്തോളം നമ്മുടെ പ്രാണൻ്റെ പോസിറ്റീവ് ഊർജ്ജത്തെ, അതായത് നമ്മുടെ ആത്മാവിനെ എത്രത്തോളം നമ്മൾ അറിയുന്നോ അത്രത്തോളം നമ്മൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് പ്രഭാവലയത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആത്മാവിനെ അറിയേണ്ടതെന്ന് ചോദിച്ചാൽ, അത് കേവലം മെഡിറ്റേഷൻ വഴി മാത്രമാണ് സാധിക്കുന്നത്. കൂടുതലും നെഗറ്റിവിറ്റി നിറഞ്ഞ ഈ മായാഭൂമിയിൽ അതിൻ്റെ പോസിറ്റീവ് ഊർജ്ജത്തെ എത്രത്തോളം നമ്മൾ മെഡിറ്റേഷനിലൂടെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നു അത്രത്തോളം നമുക്ക് നമ്മുടെ ആത്മാവിനെ അറിഞ്ഞ് ജീവിക്കാൻ സാധിക്കുന്നു. ആ ഒരു നെഗറ്റീവ് പ്രഭാവലയത്തിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് പുറത്ത് കടക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ടിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർ എന്ത് തരം സ്പിരിച്വൽ പ്രാക്ടീസാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ എന്താണ് ചെയ്യുന്നത് അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ചെയ്യുന്നത് മെഡിറ്റേഷനാണ്.
ഞാൻ ടിൻ ഫ്ലെയിം ജേർണിയിലേക്ക് വന്നതിന് ശേഷമാണ് ഈ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയത്. മെഡിറ്റേഷൻ പല രീതിയിലുണ്ട്. ഒന്ന് ഹാർട്ട് ബീറ്റ് ശ്രദ്ധിക്കുന്ന മെഡിറ്റേഷൻ ഉണ്ട്, പിന്നെ ചുറ്റുമുള്ള ശബ്ദങ്ങൾ, വളരെ ദൂരത്ത് നിന്നുള്ള ചെറിയ ശബ്ദങ്ങളായാലും അതിനെ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചിരുന്ന് മൈൻഡിനെ കാമാക്കിക്കൊണ്ട് മെഡിറ്റേഷൻ പോസ്റ്ററിലേക്ക് വരുന്ന രീതിയുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഏതാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, VMC മലയാളം യൂട്യൂബ് ചാനലിലെ സീമാജി വഴി എനിക്ക് ഈ ജന്മം അറിയാൻ സാധിച്ച ആനാപാന സതി മെഡിറ്റേഷനാണ് ഞാൻ ചെയ്യുന്നത്. അത് ശ്രീബുദ്ധ ഭഗവാന്റെയാണ്. ടിൻ ഫ്ലെയിം ജേർണിയിലുള്ള നമ്മളെല്ലാവരും ഈ മെഡിറ്റേഷൻ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ടിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആരാണ്? ആ ദിവ്യപ്രേമം എന്നൊക്കെ പറയുമ്പം ആരാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? ഭഗവാൻ ശിവനും പാർവതി ദേവിയുമാണല്ലേ. അപ്പോൾ ഈ മെഡിറ്റേഷൻ, ഈ ആനാപാന സതി മെഡിറ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ശിവഭഗവാൻ പാർവതി ദേവി വഴി ഈ ആധ്യാത്മിക പ്രപഞ്ചത്തിന് പകർന്നു നൽകിയ ശ്വാസ മഹാവിജ്ഞാന ശാസ്ത്രമാണ് ഈ ആനാപാന സതി മെഡിറ്റേഷൻ. അതാണ് ഈ മെഡിറ്റേഷൻ്റെ പ്രത്യേകത. അതായത് നമ്മുടെ ഭഗവാൻ ശിവൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദിവ്യത്വത്തിലേക്ക് ഉയരാൻ വേണ്ടി ദേവി പാർവതിക്ക് നിർദ്ദേശിച്ചു കൊടുത്ത ആ ആദിപരാശക്തിയിലേക്ക് ദേവിയെ ഉയർത്താൻ വേണ്ടിയിട്ട് ദേവിക്ക് പറഞ്ഞു കൊടുത്ത ശ്വാസ മഹാവിജ്ഞാന ശാസ്ത്രമാണ് ഈ മെഡിറ്റേഷൻ. അപ്പോൾ എൻ്റെ DM എന്നെ ഇതിലേക്കാണ് കണക്ട് ചെയ്യിപ്പിച്ചത്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ടിൻ ഫ്ലെയിം ജേർണിയിലാണ് എന്നറിഞ്ഞ സമയത്ത് എനിക്ക് എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയത്തില്ല. കാരണം ടിൻ ഫ്ലെയിംസിനെ കുറിച്ച് വീഡിയോ ഇട്ടിരിക്കുന്ന എല്ലാവരും തന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരും ഭൂമിയിലുള്ള സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് വിശദീകരിച്ചിരിക്കുന്നത്. അതായത് DM-ഉം DF-ഉം ഭൂമിയിലുള്ള സിറ്റുവേഷൻ, അതായത് ബബിൾ ഫേസ്, റണ്ണർ ചേസർ, പിന്നെ ആ ഒരു സെപ്പറേഷൻ, ഇതൊക്കെ. പക്ഷേ ഇവിടെ എൻ്റെ കാര്യത്തിൽ ഇതെല്ലാം വ്യത്യസ്തമാണ്. എൻ്റെ ഇതിൽ ബബിൾ ഫേസോ റണ്ണർ ചേസറോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹം എപ്പോഴും സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നോക്കുന്ന സമയത്ത് ഇവരെല്ലാവരും മിറർ എക്സർസൈസിനെ കുറിച്ചും പിന്നെ ഗൈഡഡ് മെഡിറ്റേഷനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് ചെയ്യുമ്പോൾ ഒരു സംതൃപ്തിയായിട്ട് തോന്നുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ആത്മസംതൃപ്തി എന്ന് നമ്മൾ പറയുമല്ലോ, അതെനിക്ക് കിട്ടുന്നില്ല. കാരണം ഈ ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും മിറർ എക്സർസൈസ് ഒക്കെ ചെയ്യുമ്പോഴും അവിടെ മൈൻഡാണ് ഉള്ളത്. എനിക്കെൻ്റെ ആത്മാവിനെ അറിയാൻ സാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ടിൻ ഫ്ലെയിം ജേർണി എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിൻ്റെ യാത്ര, ആത്മാവിനെ അറിയാനായിട്ടുള്ള യാത്ര, ഇതൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ആത്മാവിനെ അറിഞ്ഞാൽ മാത്രമേ എനിക്ക് എൻ്റെ ആത്മാവിൻ്റെ പങ്കാളിയെയും അറിയാൻ സാധിക്കൂ. അപ്പോൾ എൻ്റെ ആത്മാവിനെ ഞാൻ അറിയണമെന്നുണ്ടെങ്കിൽ അത് മെഡിറ്റേഷൻ വഴി മാത്രമേ സാധിക്കൂ. അതിന് എൻ്റെ മൈൻഡിനെ ക്ലോസ് ആക്കണം. എൻ്റെ മൈൻഡിനെ ക്ലോസ് ആക്കിയാൽ മാത്രമേ എനിക്ക് എൻ്റെ ആത്മാവിനെ അറിയാൻ സാധിക്കൂ. എൻ്റെ ആത്മാവിനെ ഞാൻ എത്രത്തോളം അറിയുന്നു അത്രത്തോളം എൻ്റെ ആത്മാവിൻ്റെ പങ്കാളിയെയും എനിക്കറിയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൈൻഡിനെ ക്ലോസ് ആക്കാൻ മെഡിറ്റേഷൻ അല്ലാതെ വേറൊരു വഴിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മെഡിറ്റേഷനെക്കുറിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്ത സമയത്ത് ആദ്യമായിട്ട് ഈ VMC മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് എൻ്റെ മുമ്പിലേക്ക് വന്നത്. അതിലെ ആനാപാന സതി മെഡിറ്റേഷനിലേക്ക് ഞാൻ എത്തിപ്പെട്ടപ്പോൾ അവിടെയും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ടിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർ വേറെ സ്പിരിച്വൽ പ്രാക്ടീസാണോ ചെയ്യേണ്ടത്, പിന്നെ സ്പിരിച്വൽ ജേർണിയിലുള്ളവർ വേറെ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യണോ, ഇത് രണ്ടും ഒന്ന് തന്നെയാണോ ചെയ്യേണ്ടത്, അത് വെവ്വേറെ ആണോ എന്നൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ ഡൗട്ട് അടിച്ചിരുന്ന സമയത്താണ് സീമാജിയുടെ നാവിൽ നിന്ന് ഈ ഒരു വാചകം ഞാൻ കേൾക്കുന്നത്. അതായത് ശിവഭഗവാൻ പാർവതി ദേവി വഴി ഈ ആധ്യാത്മിക പ്രപഞ്ചത്തിന് പകർന്നു നൽകിയ ശ്വാസ മഹാവിജ്ഞാന ശാസ്ത്രമാണ് ഈ ആനാപാന സതി മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഈ ദിവ്യമായ മെഡിറ്റേഷൻ എന്നുള്ള ആ ദിവ്യമായിട്ടുള്ള വാക്കുകൾ സീമാജിയുടെ നാവിൽ നിന്ന് കേട്ടപ്പോൾ എൻ്റെ കംപ്ലീറ്റ് ഡൗട്ടും അവിടെ ക്ലിയറായി. കാരണം ഇത് തന്നെയാണ് സത്യം, ഞാൻ എത്തിപ്പെട്ട ഈ ഒരു വഴി തന്നെയാണ് ശരിയായിട്ടുള്ള വഴിയെന്ന് ഉള്ള ആ ഒരു സത്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരുകയായിരുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് ഒരു ഡൗട്ടും ഉണ്ടായിട്ടില്ല. വേറൊരു സ്പിരിച്വൽ പ്രാക്ടീസിലേക്കും പോകാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ഇവിടുന്ന് ആ ഒരു ആത്മസംതൃപ്തി എനിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ആത്മാവിനെ എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ആത്മാവിനെ ഞാൻ എത്രത്തോളം അറിയുന്നു അത്രത്തോളം ഞാൻ എൻ്റെ ആത്മാവിൻ്റെ പങ്കാളിയെയും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിലേക്കുള്ള ആ ഒരു അകലം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒരു സ്പിരിച്വൽ പ്രാക്ടീസും ചെയ്യാൻ തോന്നിയിട്ടില്ല. കാരണം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് എൻ്റെ ആത്മാവിനെ അറിയാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ആത്മാവിലേക്കുള്ള ആ ഒരു വാതിലുകൾ മൈൻഡിനെ ക്ലോസ് ചെയ്തിട്ട് എൻ്റെ ആത്മാവിലേക്കുള്ള ആ ഒരു വാതിലുകൾ തുറക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒരു സ്പിരിച്വൽ പ്രാക്ടീസും, ഒരു മന്ത്രജപമോ നാമജപമോ യോഗയോ അല്ലെങ്കിൽ വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് നമ്മൾ ടിൻ ഫ്ലെയിം ജേർണിയിലുള്ള എല്ലാവരും ഇത് ചെയ്യണമെന്ന് ഞാൻ പറയാൻ ഒറ്റ കാര്യമുള്ളൂ. ശിവഭഗവാൻ
പാർവതി ദേവി വഴി ഈ ആധ്യാത്മിക പ്രപഞ്ചത്തിന് പകർന്നു നൽകിയ ശ്വാസ മഹാവിജ്ഞാന ശാസ്ത്രമാണ് ഈ ആനാപാന സതി മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ ഒരുപാടുണ്ട്, പല രീതിയിലുണ്ട്. പക്ഷേ ഈ മെഡിറ്റേഷൻ്റെ പ്രത്യേകത ഇതാണ്. അപ്പോൾ നമ്മൾ ടിൻ ഫ്ലെയിംസിന് വേണ്ടിയിട്ട് പ്രപഞ്ചനാഥൻ സീമാജിയെ കൊണ്ട് പറയിപ്പിച്ചതാണ് ആ ഒരു വാചകമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഡൗട്ട് അടിച്ചിരുന്ന സമയമാണ്, ഇത് തന്നെയാണോ ശരി, അതോ ടിൻ ഫ്ലെയിം ജേർണിയിലൂടെ സഞ്ചരിക്കുന്ന മറ്റുള്ളവരിടുന്ന വീഡിയോസിൽ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നത്, മിറർ എക്സർസൈസ്, ഗൈഡഡ് മെഡിറ്റേഷൻ, ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഏതാണെന്ന് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന സമയത്താണ് സീമാജിയുടെ നാവിൽ നിന്ന് ഈ ഒരു വാചകം ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഡൗട്ട് കംപ്ലീറ്റ് അവിടെ അങ്ങ് ക്ലിയർ ആയി കിട്ടുമായിരുന്നു. ഇത് തന്നെയാണ് ശരി എന്നുള്ള ആ ഒരു ദിവ്യമായ ഒരു സത്യത്തിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടത്. അപ്പോൾ എന്നെ അദ്ദേഹം ഇതിലേക്കാണ് കണക്ട് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ, എൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ടിൻ ഫ്ലെയിം ജേർണിയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ സ്വഭാവത്തിലൊക്കെ ഓൾറെഡി ചേഞ്ച് ഉണ്ടാവും. അതുകൂടാതെ തന്നെ നമ്മൾ എത്രത്തോളം നമ്മുടെ ആത്മാവിനെ അറിഞ്ഞ് അതിൻ്റെ പോസിറ്റീവ് ഊർജ്ജത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നോ അത്രത്തോളം നമ്മുടെ സ്വഭാവമൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ആത്മീയ പങ്കാളിയിലേക്കുള്ള ആ ഒരു അകലം കുറഞ്ഞു വരുന്നതായിട്ട്, ആത്മാവും തമ്മിലുള്ള ആ ഒരു അകലം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. യൂണിവേഴ്സ് ആ ഒരു വഴി ഇട്ട് തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ആത്മീയ പങ്കാളിയിലേക്കുള്ള ഇതാണ് ആള്, അല്ലെങ്കിൽ കണക്ട് ചെയ്യിപ്പിച്ച് തന്നിട്ടുണ്ട് നമ്മളെ. പക്ഷെ ആ വഴിയിൽ എന്താണ്, കുറേ കല്ലും മുള്ളും അതുപോലെ തന്നെ കുറേ വേസ്റ്റൊക്കെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. അപ്പോൾ ആ വേസ്റ്റിനെ ക്ലിയർ ചെയ്ത് ആ കല്ലും മുള്ളിനെയൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അതാണ് ഈ ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹീലിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, എത്രത്തോളം നമ്മൾ നമ്മുടെ ആത്മാവിൻ്റെ ആ പോസിറ്റീവ് ഊർജ്ജത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നോ, ആ പ്രാണശക്തിയെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നോ അത്രത്തോളം നമ്മുടെ ആത്മാവ് ശുദ്ധമായി കൊണ്ടിരിക്കുന്നു, ആ ഹീലിംഗ് സംഭവിച്ചു കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ ആത്മാവിൻ്റെ പങ്കാളിയിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും നമ്മൾ. അപ്പോൾ അങ്ങനെ ആ ഒരു അകലം കുറഞ്ഞു വരികയും ആ യൂണിയൻ എന്ന് പറയുന്നത് ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് അനുഭവിച്ചറിയാനും സാധിക്കും. അപ്പോൾ എന്നിൽ ആ ഒരു മാറ്റം കണ്ടതുകൊണ്ടാണ് ടിൻ ഫ്ലെയിം ജേർണിയിലൂടെ സഞ്ചരിക്കുന്ന മറ്റുള്ളവർക്കും ഇത് എത്തിച്ചു കൊടുക്കാമെന്ന് എനിക്ക് തോന്നിയത്. എന്ന് കരുതി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയി എന്നുള്ളതല്ല. ഇനിയും ഒരുപാട് ഹീലിംഗ് എന്നിൽ സംഭവിക്കാനുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ എന്നിൽ വരാനുണ്ട്. എങ്കിലും ഞാൻ ചെയ്യുന്നതിനനുസരിച്ചുള്ളൊരു റിസൾട്ട് എനിക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ യൂണിയൻ നടക്കണം, എനിക്ക് യൂണിയൻ വേണം എന്നുള്ളൊരു ഭാവനയോടുകൂടി നമ്മൾ ഒരിക്കലും ഈ മെഡിറ്റേഷൻ ചെയ്യാൻ നിൽക്കരുത്. കാരണം അത്രത്തോളം ദിവ്യമായിട്ടുള്ളൊരു മെഡിറ്റേഷനാണിത്, വളരെ ഈസി ആയിട്ടുള്ള മെഡിറ്റേഷനാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിലും നമുക്ക് നമ്മുടെ ആത്മാവിനെ അറിയണം എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തിൽ, ആ ഒരു അത്രയും ഇഷ്ടത്തോടു കൂടി നമ്മൾ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കും. അങ്ങനെ ഒരു ഭാവനയോടുകൂടി വേണം നമ്മൾ ഇരിക്കാൻ. അല്ലാതെ എനിക്ക് യൂണിയൻ വേണം, എനിക്ക് അത് വേണം, ഇത് വേണം എന്നുള്ളൊരു ഭാവനയോടുകൂടി നമ്മൾ ഇരിക്കരുത് ഒരിക്കലും. നമുക്ക് നമ്മുടെ ആത്മാവിനെ അറിയണം, നമുക്ക് നമ്മുടെ ആത്മാവിനെ ഹീൽ ചെയ്യണം, അതിനെ ശുദ്ധീകരിക്കണം. സത്യത്തിലും ധർമ്മത്തിലും അഹിംസയിലൂടെയും നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കണം. ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ചിന്തകൾ. ഇതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. ഒരിക്കലും യൂണിയൻ നടക്കണം എന്നുള്ളൊരു ഭാവനയോടുകൂടി നമ്മൾ ഇരിക്കരുത്. നമ്മൾ എത്രത്തോളം നമ്മുടെ ആത്മാവിനെ അറിയുന്നു, എത്രത്തോളം അതിനെ ശുദ്ധീകരിക്കുന്നു, അത്രത്തോളം നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ പങ്കാളിയിലേക്കും എത്തിച്ചേരാൻ സാധിക്കും, അദ്ദേഹത്തെ അറിയാൻ സാധിക്കും. അദ്ദേഹവും നമ്മളും തമ്മിലുള്ള ആ ഒരു അകലം അവിടെ കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. പിന്നെ നിങ്ങളിപ്പോൾ എന്ത് സ്പിരിച്വൽ പ്രാക്ടീസാണ് ചെയ്യുന്നത്, നിങ്ങൾ അതിൽ സംതൃപ്തരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ തന്നെ തുടരുക. അതല്ല, അതിൽ നിങ്ങൾക്ക് ഒരു സംതൃപ്തി കിട്ടുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. കാരണം ഒത്തിരി കമൻസ് വരാറുണ്ട്, എന്ത് തരം സ്പിരിച്വൽ പ്രാക്ടീസാണ് ചെയ്യേണ്ടത്, മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ടിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർ വേറെയാണോ, സ്പിരിച്വൽ ജേർണിയിലുള്ളവർ വേറെയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കമൻസ് ഒരുപാട് വരുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാര്യം. അപ്പോൾ എന്നിൽ മാറ്റം ഉണ്ടായതുകൊണ്ടാണ് അത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ടിൻ ഫ്ലെയിംസ് മസ്റ്റായിട്ടും ഇത് അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം ഒന്നേ ഉള്ളൂ, ശിവഭഗവാൻ പാർവതി ദേവി വഴി ഈ ആധ്യാത്മിക പ്രപഞ്ചത്തിന് പകർന്നു നൽകിയ ശ്വാസ മഹാവിജ്ഞാന ശാസ്ത്രമാണ് ഈ ആനാപാന സതി മെഡിറ്റേഷൻ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ടിൻ ഫ്ലെയിംസ് ഇത് അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ പറയാൻ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ മെഡിറ്റേഷൻ ചെയ്യുക. നെഗറ്റീവ് എനർജിയിൽ നിന്ന് രക്ഷ നേടാനും നമ്മുടെ പ്രാണൻ്റെ പോസിറ്റീവ് ഊർജ്ജത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് ഈ മെഡിറ്റേഷൻ വളരെയധികം ഉപകരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.